بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين أما بعد ബഹുമാന്യരായ ഉസ്താദുമാർ, വിധികർത്താക്കൾ, ശബ്ദം ശ്രവിക്കുന്നവർ, വിശുദ്ധ ഇസ്ലാമിൻ്റെ രണ്ടാം പ്രമാണമാണ് ഹദീസുകൾ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാക്ക്, പ്രവൃത്തി, മൗനാനുവാദം ഇവക്കാണ് ഹദീസ് എന്ന സാങ്കേതികാർത്ഥത്തിൽ നമ്മൾ പറയാറുള്ളത്. ഈ ഹദീസിന്റെ ആധികാരികതയെക്കുറിച്ച് പല വിമർശനങ്ങൾ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. ഇസ്ലാമിനകത്തുള്ള അവാന്തര വിഭാഗങ്ങളും ഇസ്ലാമിന് പുറത്തുള്ളവരും ഈ വിഷയത്തിലുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. ഇസ്ലാമിനകത്താകുമ്പോൾ ചില പ്രത്യേക സ്വഹാബികളോടുള്ള എതിർപ്പ് കാരണം അവരുടെ ഹദീസുകൾ സ്വീകരിക്കില്ല എന്ന് വാദിക്കുന്ന ഷിയാക്കൾ, ഖവാരിജുകൾ മുതലായവരുണ്ട്. ഹദീസുകളെ പാടത്തന്നെ നിഷേധിക്കുന്ന അഹ്ലുൽ ഖുർആൻ വിഭാഗങ്ങളുണ്ട്. അതുപോലെ ഇസ്ലാമിന് പുറത്തുള്ള ക്രിസ്ത്യൻ, ജൂത വിഭാഗങ്ങളിൽപ്പെട്ട ഓറിയന്റലിസ്റ്റുകൾ ഹദീസുകളുടെ ആധികാരികതയെ ചോദ്യം ചെയ്യുകയും അതിനുവേണ്ടി തെളിവുകൾ രൂപപ്പെടുത്തുകയും ഇസ്ലാമിക പ്രമാണങ്ങൾ പഠിക്കുകയും അവതരിപ്പിക്കുകയും ചെയ്തിട്ടുള്ളവരാണ്. അപ്പോൾ ഇവരുടെ വിമർശനങ്ങൾ പ്രധാനമായും ഹദീസ് കേന്ദ്രീകൃതമാവാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം, ഇസ്ലാമിന്റെ പ്രധാനപ്പെട്ട 3 വിജ്ഞാന വിഭാഗങ്ങൾ, കർമ്മശാസ്ത്രം, വിശ്വാസശാസ്ത്രം, ആത്മസംസ്കരണ ശാസ്ത്രം, ഇവയെല്ലാം ഹദീസുകൾ പ്രധാന അവലംബമായി കാണുന്നവയാണ്. ഹദീസുകളെ നിഷേധിക്കുന്നതോടെ, അവയുടെ ആധികാരികത ദുർബലപ്പെടുത്തുന്നതോടെ ഈ ജ്ഞാന വ്യവസ്ഥയെ മുഴുവൻ വിമർശിക്കാനും ഇസ്ലാമിന്റെ ആധികാരികത മുഴുവൻ ചോദ്യം ചെയ്യാനും എളുപ്പത്തിൽ സാധിക്കും. വിശുദ്ധ ഖുർആനിന്റെ ആധികാരിക വ്യാഖ്യാനമാണ്. വിശുദ്ധ ഖുർആൻ ഒരു കനപ്പെട്ട ഗ്രന്ഥമായതുകൊണ്ട് ഹദീസുകളുടെ അകമ്പടിയോടെ വ്യാഖ്യാനിക്കപ്പെടേണ്ടതാണ്. ഹദീസുകൾ ഇല്ലാതായാൽ ആർക്കും എങ്ങനെയും ഖുർആൻ വ്യാഖ്യാനിക്കാൻ പറ്റും എന്നതും ഇവർ ഒരു സാധ്യതയായി കാണുന്നു. അപ്പോൾ ഇസ്ലാം എന്ന പേരിൽ തങ്ങളുടെ വികലാശയങ്ങൾ ഒളിച്ചു കടത്താനുള്ള ഒരു മാർഗമാണ് ഓറിയന്റലിസ്റ്റുകളാവട്ടെ, ഇസ്ലാമിനകത്തുള്ള അവാന്തര വിഭാഗങ്ങളാവട്ടെ ഇവർ ഉയർത്തിയിട്ടുള്ള വിമർശനങ്ങൾ. അപ്പോ ഇവരുടെ പ്രധാനപ്പെട്ട വിമർശനങ്ങളുടെ പ്രശ്നം അക്കാദമിക മൂല്യം അവക്കില്ല എന്നതാണ്. മുൻവിധിയോടുകൂടി വിഷയത്തെ സമീപിക്കുക. നമ്മൾ അക്കാദമിക പഠനങ്ങളുടെ സ്വഭാവം വിഷയം പഠിക്കുക, അങ്ങനെ ഒരു നിഗമനത്തിൽ എത്തിച്ചേരുക എന്നതാണ്. എന്നാൽ ഏത് വിഷയവും അക്കാദമികമായും ശാസ്ത്രീയമായും വൈജ്ഞാനികമായും കൈകാര്യം ചെയ്യുന്ന യൂറോപ്യന്മാർ ഇസ്ലാമിക പ്രമാണങ്ങൾ കൈകാര്യം ചെയ്യുന്നിടത്ത് കഠിനമായ, നിർലജ്ജമായ അശാസ്ത്രീയത കൈകൊണ്ടിട്ടുണ്ട്. കാരണം ഇസ്ലാമിനെ വിമർശിക്കുക എന്ന ഒരു ലക്ഷ്യം ആദ്യമേ മുൻനിർത്തുക, എന്നിട്ട് അതിനു വേണ്ടി പഠനം തുടരുക. അങ്ങനെ എവിടെയെങ്കിലും കിട്ടുന്ന ഉത്തരങ്ങളൊക്കെ എടുത്തിട്ട് ഇസ്ലാമിനെതിരെ വിമർശിക്കുക. ഉദാഹരണമായിട്ട് ഇസ്ലാമിക ഹദീസ് ക്രോഡീകരണ രംഗത്തെ പ്രമുഖ വ്യക്തിത്വമാണ് ഇബ്നു ശിഹാബിൻ സുഹ്രി റളിയല്ലാഹു അൻഹു. മഹാനവർകളെ കുറിച്ച് ഉയർത്തിയിട്ടുള്ള ഒരു വിമർശനം, മഹാനവർകൾ ഉമവി ഖലീഫമാരുടെ അടുത്ത ബന്ധക്കാരനാണ്. മഹാനവർകളിലൂടെ റിവായത്ത് ചെയ്യപ്പെട്ട ഒരു ഹദീസാണ്, 3 മസ്ജിദുകളിലേക്ക് മാത്രമേ തീർത്ഥാടനം പാടുള്ളൂ. മസ്ജിദുൽ അഖ്സ, മസ്ജിദുൽ നബവി, മസ്ജിദുൽ ഹറാം. ഈ 3 മസ്ജിദുകളിലേക്ക് തീർത്ഥാടനം പാടുള്ളൂ എന്ന ഹദീസ് ഇബ്നു ശിഹാബിൻ സുഹ്രി റഹ്മത്തുള്ളാഹി അലൈഹി റിവായത്ത് ചെയ്യുന്നു. അതുപോലെ ഇബ്നു ശിഹാബിൻ സുഹ്രി തങ്ങൾക്ക് ഡമസ്കസിലെ ഉമവി ഖലീഫമാരുമായി അടുത്ത ബന്ധമുണ്ട്. ഇത് രണ്ടും ചരിത്ര വസ്തുതയാണ്. എന്നാൽ ഇതിനെ വളച്ചൊടിക്കാൻ വേണ്ടി ഓറിയന്റലിസ്റ്റ് പണ്ഡിതനായ അജ്നാസ് ഗോൾസിയർ വിമർശിക്കുന്നത് ഇപ്രകാരമാണ്. അവിടെ ഉമവി ഖലീഫമാർക്ക് വേണ്ടി കെട്ടിച്ചമച്ചുണ്ടാക്കിയ ഹദീസാണിത്. കാരണം അക്കാലത്ത് ഉമവി ഖലീഫമാർക്ക് എതിരായി മദീനയിലും മക്കയിലുമൊക്കെ ഭരണം നടത്തിയ അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണത്തിന് എതിരായി ഉണ്ടാക്കിയതാണ് ഹദീസ്. കാരണം അക്കാലത്ത് ഉമവി ഖലീഫമാർ ഹജ്ജിന് പോകുന്നത് വിരോധിച്ചു. അപ്പോൾ അതിന് പകരമായി ബൈത്തുൽ മഖ്ദിസിൽ ഖുബ്ബത്തുസ് സഖറ നിർമ്മിക്കുകയും അവിടേക്ക് നിങ്ങൾ ഹജ്ജിന് പോവൂ എന്ന് അബ്ദുൽ മലിക് ഇബ്നു മർവാൻ കൽപ്പിക്കുകയും ചെയ്തു. ഈ ഒരു ലക്ഷ്യത്തിന് വേണ്ടി ഹജ്ജിന് മക്കയിൽ പോകുന്നതിന് പകരം മസ്ജിദുൽ അഖ്സയിൽ പോകാം എന്ന് വരുത്തി തീർക്കാനാണ് ബഹുമാനപ്പെട്ട ഇബ്നു ശിഹാബിൻ സുഹ്രി റഹ്മത്തുള്ളാഹി അലൈഹി ഈ ഹദീസ് ഉണ്ടാക്കിയത് എന്ന് ഒരു തെളിവിന്റെയും പിൻബലമില്ലാതെ അജ്നാസ് ഗോൾസിയർ വിമർശിക്കുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ വസ്തുത നമ്മൾ പരിശോധിക്കുമ്പോൾ ആദ്യമായി ഖുബ്ബത്തുസ് സഖറ നിർമ്മിച്ചിട്ടുള്ളത് അബ്ദുൽ മലിക് ഇബ്നു മർവാൻ അല്ല, മറിച്ച് അദ്ദേഹത്തിന്റെ മകനായ വലീദ് ഇബ്നു അബ്ദുൽ മലിക്കാണ് എന്നതാണ് പ്രബല അഭിപ്രായം. അതിനെതിരായി അബ്ദുൽ മലിക് ഇബ്നു മർവാൻ ആണെന്നൊരു ദുർബലമായ റിപ്പോർട്ട് യാക്കൂബിയുടെ താരീഖിലുണ്ട്. അത് മാത്രം എടുത്തിട്ട്, ദുർബലമായ ഒരു ചരിത്ര റിപ്പോർട്ടിനെ എടുത്തിട്ടാണ് ഇദ്ദേഹത്തിന്റെ വിമർശനത്തിന്റെ ആദ്യപടി തുടങ്ങുന്നത് തന്നെ. ഇനി
ഇബ്നു ശിഹാബിന് സുഹരി ഇപ്രകാരം ഒരു പ്രവൃത്തി ചെയ്യുമോ? അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അബ്ദുല്ലാഹിബ്നു സുഹൈർ റളിയല്ലാഹു അൻഹുവിന്റെയും അക്കാലത്തെ മക്കയിലെയും മദീനയിലെയും താബഈ പണ്ഡിതന്മാർ അത് വിമർശിക്കും. എന്നാൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന പ്രവൃത്തിയാണിത്, ഹജ്ജ് നിഷേധിക്കുക എന്നത്. അങ്ങനെ ഒരു വിമർശനം ഉണ്ടായതായിട്ട് സ്ഥിരപ്പെട്ടിട്ടില്ല. അതിനെക്കുറിച്ച് ഗോൾസിയർ ഒന്നും സ്പർശിക്കുന്നുമില്ല. എന്ന് മാത്രമല്ല, അക്കാലത്തെ മദീനയിലെ പണ്ഡിതന്മാരിൽ പ്രമുഖനായ സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹു ഇബ്നു ശിഹാബിന് സുഹരി തങ്ങളുടെ ഗുരുവര്യരാണ്. ഇമാമു ദാരിൽ ഹിജ്റ ഇമാം മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു മദീനയിലെ പണ്ഡിതനാണ്. മഹാനവർകൾ ഇബ്നു ശിഹാബ് എന്ന ദമസ്കസിലെ പണ്ഡിതന്റെ ശിഷ്യനുമാണ്. അപ്പോൾ ഗുരുക്കന്മാരും ശിഷ്യന്മാരും നേരെ എതിർവശത്തുള്ള അബ്ദുല്ലാഹിബ്നു സുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ പക്ഷത്തായിരിക്കെ തന്നെ ഇവിടെ സ്വന്തം നിലപാട് ഉയർത്തിപ്പിടിക്കാൻ മഹാനവർക്ക് ഒരു മടിയുണ്ടായിട്ടില്ല. ഇനി മഹാനവറുകളുടെ വിശ്വാസ്യതയും ഹദീസ് ക്രോഡീകരണ രംഗത്തുള്ള മഹാനവറുകളുടെ സ്ഥാനവും എല്ലാ പണ്ഡിതന്മാരും അംഗീകരിച്ചതാണ്. ഉദാഹരണമായി ഖലീഫമാർക്ക് എതിരെ തന്നെ ശക്തമായി ശബ്ദിക്കാൻ അന്നത്തെ പ്രമുഖ താബഈ പണ്ഡിതനായ ഇബ്നു ശിഹാബിന് സുഹരിക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വിമർശനം മഹാനവറുകളുടെ വ്യക്തിത്വത്തെയും അന്നത്തെ ചരിത്രത്തെയും വേണ്ട വിധം പഠിക്കാതെ പടുത്തുയർത്തിയൊരു വിമർശനമാണ്. ഈ രൂപത്തിലാണ് ഓറിയന്റലിസ്റ്റുകളുടെയും ഇസ്ലാമിനകത്തുള്ള ഹദീസ് നിഷേധികളുടെയും എല്ലാവിധ വിമർശനങ്ങളുടെയും രൂപം. ഒരു ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രം. ചുരുക്കത്തിൽ അക്കാദമിക മൂല്യം ഒട്ടും അവകാശപ്പെടാനില്ലാത്തവയാണ് ഹദീസ് വിമർശനങ്ങളുടെ പേരിൽ രൂപപ്പെട്ടിട്ടുള്ള ഓറിയന്റലിസ്റ്റ് വിമർശനങ്ങൾ എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇവിടെ അവതാരകൻ ഹദീസിനെ നിർവചിക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്ക്, പ്രവൃത്തി, മൗനാനുവാദം എന്നതാണ് ഹദീസ് എന്ന് നിർവചിച്ചു. നമ്മുടെ ചോദ്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്ക്, പ്രവൃത്തി, മൗനാനുവാദം എന്നതാണ് ഹദീസ് എങ്കിൽ ആധുനിക കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആരെങ്കിലും ഒരാൾ സ്വപ്നത്തിലോ അല്ലെങ്കിൽ യഖ്ളത്തിലോ കണ്ടു. ആ സ്വപ്നത്തിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്തെങ്കിലും പറയുകയോ ചെയ്യുകയോ അംഗീകാരം നൽകുകയോ ചെയ്താൽ അത് ഹദീസായി പരിഗണിക്കുമോ? ഹദീസുകൾ സ്വീകരിക്കപ്പെടണമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് നേരിട്ടുള്ള സ്വീകരണം ഉണ്ടായിരിക്കണം. അതില്ലാതെയുള്ള കേൾവി സ്വപ്നമാർഗേണയോ അല്ലെങ്കിൽ നേരിട്ടുള്ള ആത്മീയ മാർഗത്തിലുള്ള കണ്ടുമുട്ടലുകൾ കൊണ്ടോ കേൾക്കുകയോ പറയുകയോ ചെയ്തത് ഹദീസായി സ്വീകരിക്കപ്പെടുകയില്ല. ആ ഹദീസ് ഇസ്ലാമിക പ്രമാണത്തിനോ നിയമനിർമ്മാണത്തിനോ ഉപയോഗിക്കാനും പാടില്ല. മറിച്ച് നേരിട്ടുള്ള ഭൗതിക മാർഗേണയുള്ള കാഴ്ചയും കേൾവിയും ഉണ്ടായിരിക്കണം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വങ്ങൾ നമ്മൾ പറയുമ്പോൾ പ്രത്യേകിച്ച് എടുത്തു പറയാറുണ്ട്, അവിടുത്തെ ശേഷിപ്പുകളൊക്കെ സംരക്ഷിക്കപ്പെടുന്നു എന്നതാണ് അവിടുത്തെ വലിയ മഹത്വം. മാത്രമല്ല, ശറഹുൽ അഖായിദ് പോലെയുള്ള ഗ്രന്ഥങ്ങളിലൊക്കെ കാണാം, ഹദീസിനെ കുറിച്ച് പറയുന്നിടത്ത് വയുബ്ഖി ആസാറുഹു ഇലാ യൗമിൽ ഖിയാമ എന്നൊക്കെ കാണാം. എന്നാൽ മഹാനായ നബവി ഇമാം പറയുന്നു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മുത്തുനബിയുടെ കൂടെ കൂടുതൽ സമയവും ചെലവഴിച്ചവരാണ്. എന്നാൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു മുത്തുനബിയിൽ നിന്ന് കുറേ ഹദീസുകൾ കേട്ടും അവിടുത്തെ പ്രവർത്തികൾ കണ്ടും മുത്തുനബിയോടൊപ്പം എപ്പോഴും കൂടെ ഉണ്ടായവരാണ്. എന്നാൽ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ അടുത്ത് നിന്ന് സ്വഹീഹായി ഇന്ന് ലഭ്യമായ ഹദീസുകൾ 148 ലഭ്യമുള്ളൂ എന്ന് മഹാനായ നബവി ഇമാം പറയുന്നുണ്ട്. അതിനുശേഷം വരുന്ന ഇബ്നു കസീർ തങ്ങൾ പറയുന്നു, എനിക്ക് 70 ചില്ലാനം ഹദീസുകളെ അബൂബക്കർ റളിയല്ലാഹു അൻഹു കിട്ടിയിട്ടുള്ളൂ. അതിനുശേഷം വരുന്ന മഹാന്മാർ പറയുന്നു 142 കിട്ടിയിട്ടുണ്ട് എന്നൊക്കെ. അപ്പോൾ ഇത്തരം 148 ഒക്കെ അബൂബക്കർ റളിയല്ലാഹു അൻഹു കിട്ടിയതായിട്ട് അറിവുള്ളൂ. എങ്കിൽ ഈ വയുബ്ഖി ആസാറുഹു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം അത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും വൈരുദ്ധ്യങ്ങളല്ലേ? മുത്തുനബിയുടെ ശേഷിപ്പുകൾ അതിപ്പോൾ ലഭ്യമല്ല, കുറേ ശേഷിപ്പുകൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് എന്നല്ലേ അതിൽ നിന്നൊക്കെ വരാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അസറുകൾ പിന്തലമുറക്ക് ലഭിച്ചിട്ടുണ്ട്, അത് ഇന്നും നിലനിൽക്കുന്നുണ്ട്. പക്ഷെ എല്ലാം ലഭിച്ചു എന്നാരും പറഞ്ഞിട്ടില്ല. എല്ലാ ഹദീസുകളും പിൽക്കാലത്തേക്ക് കൈമാറ്റം ചെയ്തിട്ടുണ്ടെന്ന് ആർക്കും വാദമില്ല. ചില അസറുകൾ ഉണ്ട്, ആ അസറുകൾ വലിയ മുഅ്ജിസത്താണ് താനും. ഇനി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനെ പോലെയുള്ള ഒരുപാട് മഹാരഥന്മാർ ഒരുപാട് ഹദീസുകൾ കേട്ടവരല്ലേ, അവരിൽ നിന്ന് ഒരുപാട് റിവായത്തുകൾ ഇല്ലല്ലോ എന്നതാണ് ചോദ്യം.
തീർച്ചയായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 23 വർഷത്തെ ജീവിതത്തിലെ ഓരോ വാക്കും, ഓരോ പ്രവൃത്തിയും, ഓരോ മൗനാനുവാദങ്ങളും പൂർണ്ണമായി റിവായത്ത് ചെയ്യപ്പെട്ടിട്ടില്ല. ചെയ്യപ്പെടണമെന്ന് ശരീഅത്തിന് നിർബന്ധവുമില്ല. കാരണം വിശുദ്ധ ഇസ്ലാമിന്റെ കിടപ്പ്, ഇസ്ലാമിന്റെ ഉസൂലുകൾ, അടിസ്ഥാന വിശ്വാസ കാര്യങ്ങളും അടിസ്ഥാന കർമ്മ കാര്യങ്ങളും എല്ലാവരിലും പൊതുവായി നിലനിൽക്കുക എന്നതും മറ്റുള്ളവ അവരവർക്ക് ലഭിക്കുന്ന പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇജ്തിഹാദ് ചെയ്ത് കണ്ടെത്തുക എന്നതുമാണ്. അപ്പോ ഒരു സ്വഹാബിക്ക് ലഭിച്ച ഹദീസ് മറ്റൊരു സ്വഹാബിക്ക് ലഭിച്ചിട്ടുണ്ടാവില്ല. അത് തന്നെ പിൻതലമുറയിലേക്ക് റിവായത്ത് പെട്ടുകൊള്ളണമെന്നില്ല. ഇനി ഹദീസ് ലഭിച്ച സ്വഹാബികൾ തന്നെ പിൻതലമുറക്ക് അത് റിവായത്ത് ചെയ്തു കൊള്ളണമെന്നുമില്ല. കാരണം സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്തുകൊണ്ട് ഹദീസ് റിവായത്ത് കുറഞ്ഞുപോയി, ഉമർ റളിയല്ലാഹു അൻഹു എന്തുകൊണ്ട് കുറഞ്ഞുപോയി എന്ന ചോദ്യത്തിന് ഉത്തരമായി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ പോലെ ഹദീസിന്റെ അധ്യാപനത്തിനും അധ്യയനത്തിനും വേണ്ടി മുഴുവൻ സമയം ഒഴിഞ്ഞു വെക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല എന്നതാണ് മറുപടി. അപ്പോൾ ഇങ്ങനെ മുഴുവൻ ഹദീസും കിട്ടിയാലേ ശരീഅത്ത് ഉണ്ടാവൂ, അത് പൂർണ്ണമാവൂ, ഇല്ലെങ്കിൽ ന്യൂനതയുണ്ടാകും എന്ന വാദം ഇസ്ലാമിക ശരീഅത്തിന്റെ ആളുകൾക്കില്ല. പിന്നെ എല്ലാ ആസാറുകളും പിൻതലമുറയിലേക്ക് മുഴുവൻ ഒന്നൊഴിയാതെ കൈമാറ്റം ചെയ്യപ്പെട്ടു എന്ന് നമുക്ക് വാദവുമില്ല, ചിലതുണ്ട് എന്ന് മാത്രം. ഹദീസുകൾ സ്വീകരിക്കുന്നതിന് ഓരോ ഇമാമുമാർക്കും വ്യത്യസ്തമായ ഷർത്തുകളാണുള്ളത്. അപ്പോൾ ഓരോ ഇമാമുമാരും വ്യത്യസ്തങ്ങളായ ഷർത്തുകൾ പറയുമ്പോൾ എല്ലാവരും അത് സ്വഹീഹാണ് എന്ന് പറയുന്നുമുണ്ട്. എൻ്റെ ഹദീസ് സ്വഹീഹാണെന്ന് ഓരോ ഇമാമുമാരും പറയുന്നുമുണ്ട്. അപ്പോൾ ആ ഹദീസ് സ്വാഭാവികമായും ഒരു ഹദീസ് മറ്റൊരു ഹദീസിനേക്കാളും സ്ഥാനത്തിൽ താഴെയായിരിക്കുമല്ലോ. ഇതെങ്ങനെയാണ് ഒരു പ്രമാണമായി സ്വീകരിക്കാനാവുക? ഹദീസിന്റെ സിഹത്ത്, ഹുസ്ന്, ളഅഫ് ഇവക്ക് പല മർത്തബകളുമുണ്ട്. സ്വഹീഹായ ഹദീസ് തന്നെ സിഹത്ത് കൂടുതലുള്ളവ, കുറഞ്ഞവ എന്നിവയൊക്കെ ഉണ്ട്. പക്ഷേ ഏറ്റവും കുറഞ്ഞ നിലക്ക് സ്വഹീഹാവാൻ എല്ലാവരും പൊതുപ്രമാണമായി അംഗീകരിക്കുന്ന മാനദണ്ഡങ്ങളുമുണ്ട്. എന്നാൽ ചില ഇമാമിങ്ങൾ ചില ഗ്രന്ഥങ്ങളിൽ ചില പ്രത്യേക ഷർത്തുകൾ അധികം വെച്ചിട്ടുണ്ട്. ഇപ്പോൾ സ്വഹീഹുൽ ബുഖാരിക്ക് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു പ്രത്യേക ഷർത്തുകൾ വെച്ചിട്ടുണ്ട്. എന്നാൽ അതേ ഇമാം ബുഖാരി മറ്റു ഗ്രന്ഥങ്ങളിൽ ഈ ഷർത്ത് വെച്ചിട്ടില്ല. അപ്പോൾ എല്ലാവരും അംഗീകരിക്കുന്ന പൊതുവിൽ സിഹത്ത് ലഭിക്കാനുള്ള പൊതുമാനദണ്ഡങ്ങൾ മൊത്തത്തിൽ ഉണ്ടായിരിക്കെ തന്നെ അവയുടെ മർത്തബകൾ കൂടാൻ വേണ്ടി ചില പ്രത്യേക ഷർത്തുകൾ ചില ഗ്രന്ഥങ്ങളിൽ മാത്രം പറയാറുണ്ട്. പിന്നെ ഹദീസ് ചില ആളുകൾ എന്റേത് എല്ലാവരും സ്വന്തം സ്വഹീഹാണെന്ന് പറയുന്നുണ്ട്, ചിലർ വിമർശിക്കുന്നുണ്ടല്ല എന്നതാണ് ചോദ്യം. ചുരുക്കത്തിൽ ഇപ്പോൾ ഉദാഹരണത്തിന് ഇമാം ഹാക്കിം റളിയല്ലാഹു അൻഹു മുസ്തദറക്കിൽ എല്ലാം ഷർത്ത് സ്വഹീഹൈനി പ്രകാരമുള്ള ഹദീസുകളാണെന്ന് വാദിക്കുന്നു. പക്ഷെ ഇമാം ഹാക്കിം റളിയല്ലാഹു അൻഹുവിന്റെ മുസ്തദറക്കിലെ ചില ഹദീസുകൾക്ക് എതിരെ നിരൂപണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ നിരൂപണങ്ങൾ തെറ്റല്ല. ഒരു ഇമാം പറഞ്ഞു എന്നതുകൊണ്ട് മാത്രം അത് പെട്ടുകൊള്ളണമെന്നുമില്ല. മറിച്ച് എല്ലാവരും അത് പഠന വിധേയമാക്കുകയും ഉലമാക്കൾ അതിന്റെ കൃത്യമായ മാനദണ്ഡവും നിലപാടും പറഞ്ഞു തരികയും ചെയ്തുകൊണ്ടാണ് നമ്മൾ ഹദീസുകൾ സ്വീകരിക്കുന്നത്. അപ്പോൾ സ്വഹീഹ് എന്ന വിഷയത്തിൽ ഖിലാഫുകളൊന്നുമില്ല, അതിന്റെ മർത്തബകൾ വ്യത്യാസപ്പെടാമെന്ന് മാത്രമേ ഉള്ളൂ. ദഹബുകളുടെ ക്രോഡീകരണത്തിന് ശേഷമാണല്ലോ ഹദീസുകൾ ക്രോഡീകരിക്കപ്പെട്ടത്. അപ്പോൾ ക്രോഡീകരിക്കപ്പെടാത്ത ഹദീസുകൾ കൊണ്ട് മദ്ഹബുകളിൽ എങ്ങനെയാണ് അഹ്കാമുകൾ പറയുക? അതിനെ പ്രാമാണികമായി സ്വീകരിക്കാൻ സാധിക്കുമോ? മദ്ഹബുകൾ ക്രോഡീകരിക്കപ്പെട്ട കാലത്ത് അതിനു മുമ്പ് തന്നെ ഹദീസുകളും ക്രോഡീകരിച്ചിട്ടുണ്ട്. സ്വഹീഹുൽ ബുഖാരിയും സിഹാഹു സിത്തയും പിൽക്കാലത്ത് രൂപീകരിച്ചു എന്നേ ഉള്ളൂ. സ്വഹാബത്തിന്റെ കാലഘട്ടം മുതൽക്ക് തന്നെ ഗ്രന്ഥങ്ങളിൽ ചെറിയ ഏടുകളിൽ ഹദീസുകൾ ക്രോഡീകരിക്കപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ഇബ്നു ശിഹാബ് സുഹരി റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ ഹദീസ് ക്രോഡീകരണം കൃത്യമായി ആരംഭിച്ചിട്ടുമുണ്ട്. എന്നാൽ ഇതൊന്നും ഇല്ലാതെ തന്നെ ഹിഫ്ളിലൂടെ ഹദീസ് കൈമാറ്റം കൃത്യമായും ആധികാരികമായും നടക്കുന്നുമുണ്ട്. അപ്പൊ കൃത്യമായി സ്വഹീഹായി കിട്ടിയ ഹദീസുകളുടെ അടിസ്ഥാനത്തിലാണ് 4 ഇമാമിയങ്ങളും അല്ലാത്തവരും മദ്ഹബ് രൂപീകരിച്ചത്. ഇദാ സ്വഹൽ ഹദീസ് ഫഹുവ മദ്ഹബി, എന്റെ മദ്ഹബ് സ്വഹീഹായ ഹദീസ് പ്രകാരമേ ഉണ്ടാക്കിയിട്ടുള്ളൂ എന്ന് ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പറയുന്നു. ഇങ്ങനെ എല്ലാ ഇമാമിയങ്ങളും. അപ്പൊ ഹദീസ് ക്രോഡീകരണം പിൽക്കാലത്താണ് ഉണ്ടായത് എന്ന വാദം തെറ്റാണ്. ഹദീസ് ക്രോഡീകരണം എല്ലാ കാലത്തും എല്ലാ തലമുറയും നടത്തിയിട്ടുണ്ട്. അത് നമ്മുടെ പ്രബന്ധത്തിൽ വിശദീകരിച്ചിട്ടുമുണ്ട്. എല്ലാ കാലത്തും നടന്നിട്ടുണ്ട്. അങ്ങനെ അതത് കാലത്ത് ലഭിച്ച പ്രമാണങ്ങൾ പ്രകാരമാണ് മദ്ഹബുകൾ രൂപീകരിക്കപ്പെട്ടത്. ചുരുക്കത്തിൽ വിശുദ്ധ ഇസ്ലാമിന്റെ 2ാം പ്രമാണമായ ഹദീസുകൾ ആധികാരികമായി തന്നെ കൈമാറ്റം ചെയ്യപ്പെട്ടവയാണ്.
പിന്നെ ഇവിടെ ഉന്നയിച്ച ചോദ്യങ്ങളിൽ ഉണ്ടാകുന്ന ചില സംശയങ്ങൾ സ്വാഭാവികമായും എല്ലാ ഹദീസും കിട്ടിയിട്ടില്ലല്ലോ, അതുകൊണ്ട് അത് അപൂർണതയല്ലേ എന്നതാണ്. എന്നാൽ എല്ലാ ഹദീസും ലഭിച്ചാലേ വിശുദ്ധ ഇസ്ലാം പൂർണ്ണമാവൂ എന്നില്ല. കാരണം ഹദീസുകൾ ലഭിക്കാത്തിടത്ത് ഇജ്തിഹാദിലൂടെ ഖിയാസിലൂടെ നമ്മൾ മതവിധികൾ കണ്ടെത്താറുണ്ട്. ഒരു ഇമാമിന് ലഭിച്ച ഹദീസ് മറ്റൊരു ഇമാമിന് കിട്ടിയിട്ടില്ലെങ്കിൽ പോലും ഒരു വിഷയത്തിലുള്ള മസ്അല പറയുന്നതിന് അത് തടസ്സമല്ല. വിശുദ്ധ ഇസ്ലാമിന്റെ ഘടന, ഉസൂലുകൾ എല്ലാവർക്കും ഒരുപോലെയാണ്. ഫുറൂഇയായ വിഷയങ്ങൾ ലഭ്യമായ പ്രമാണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇജ്തിഹാദ് നടത്തുക എന്നതുമാണ് വിശുദ്ധ ഇസ്ലാമിന്റെ രീതി. ഇനി ഹദീസ് കിട്ടാത്തത് കൊണ്ട് നമ്മൾ കുറ്റക്കാരാകുമോ? അങ്ങനെയുമില്ല. ഇപ്പൊ ഉദാഹരണത്തിന് മുഖാബറ വിരോധിച്ച വിഷയം ബഹുമാനപ്പെട്ട ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അറിയാത്തത് കൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിന്റെ ശേഷം 40 വർഷത്തോളം മുഖാബറ നടത്തിയിട്ടുണ്ട് ബഹുമാനപ്പെട്ട ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. വിരോധിക്കപ്പെട്ട ഒരു കൃഷി ചെയ്യുന്ന രൂപമാണത്. അപ്പോ ഈ 40 വർഷത്തിന് ശേഷം മഹാനവറുകൾക്ക് ലഭിച്ചപ്പോഴാണ് മഹാനവറുകൾ ആ ഇടപാട് നിർത്തുന്നത്, മുഖാബറ നിർത്തുന്നത്. ഈ 40 വർഷം ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ചെയ്ത കാര്യം കുറ്റമാണെന്ന് ആരും പറയില്ല, കാരണം ആ റിവായത്ത് കിട്ടിയിട്ടില്ല. അപ്പൊ ഉസൂലിയായ വിഷയങ്ങൾ എല്ലാവരും ഒരുപോലെ അതിൽ വീഴ്ച വരുത്താൻ പാടില്ലെന്നും മറ്റുള്ള വിഷയങ്ങൾ ലഭ്യമായ പ്രമാണങ്ങൾ അനുസരിച്ച് ഇജ്തിഹാദ് നടത്തിക്കൊണ്ട് അവർ മതവിധി കണ്ടെത്തണമെന്നും അല്ലാത്തവർ തഖ്ലീദ് ചെയ്യണമെന്നും ഒക്കെയാണ് വിശുദ്ധ ഇസ്ലാമിന്റെ ഘടന. അഭിപ്രായ ഭിന്നതകൾ സ്വാഭാവികം, അത് ഉമ്മത്തിന് റഹ്മത്താണെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാവണമെങ്കിൽ ഹദീസ് ഇങ്ങനെ തന്നെ കൈമാറ്റം ചെയ്യപ്പെടണം. അതിന് പകരം ഒരു മദ്രസയിലോ ഒരു ക്ലാസ്സിലോ വെച്ച് തുടക്കം മുതൽ ഒടുക്കം വരെ ഹദീസ് മുഴുവനും പഠിപ്പിച്ചു തീർത്താൽ ഒരിക്കലും ഉമ്മത്തിന് റഹ്മത്തായി തീരേണ്ട ഇജ്തിഹാദോ ഖിയാസോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അഭിപ്രായ വൈവിധ്യങ്ങളോ ഉണ്ടാവില്ല. ഈ അഭിപ്രായ വൈവിധ്യങ്ങൾ ഉണ്ടാവണമെങ്കിൽ ഇപ്രകാരം ഹദീസ് കൈമാറ്റം ചെയ്യപ്പെടണം. അതിന് പകരം ഒരു അധ്യാപകന്റെ കീഴിൽ നബി തങ്ങൾ മുഴുവൻ പഠിപ്പിച്ചു തീർത്താൽ ഒരിക്കലും അഭിപ്രായ ഭിന്നത ഉണ്ടാവില്ല. മറ്റു പ്രസ്ഥാനങ്ങളിലുള്ളതുപോലെ അഭിപ്രായ ഭിന്നത നമുക്കൊരു ശാപമല്ല, മറിച്ച് നമുക്ക് അനുഗ്രഹമാണ്. അസ്സലാമു അലൈക്കും. വേദി 4 മൈനർ അറബി മലയാള വായന ആരംഭിച്ചിരിക്കുന്നു. ഇനിയും റിപ്പോർട്ട് ചെയ്യാത്ത മത്സരാർത്ഥികളുടെ അവസരം നഷ്ടപ്പെടുന്നതായിരിക്കും. വേദി 1 ജനറൽ പേപ്പർ പ്രസന്റേഷന് ശേഷം ഓഫ് ക്യാമ്പസ് കവാലി മത്സരം ആരംഭിക്കാനിരിക്കുന്നു. മത്സരാർത്ഥികൾ ഉടൻ തന്നെ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. ജനറൽ പേപ്പർ പ്രസന്റേഷൻ മത്സരം തുടരുന്നു. നെക്സ്റ്റ് കൊല്ലറ്റർ ബി. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. أما بعد. കർമ്മശാസ്ത്രം അഭിപ്രായാന്തരങ്ങൾക്കിടയിലെ നേർരേഖ എന്ന വിഷയമാണ് ചർച്ചയ്ക്കുള്ളത്. ഒന്നുകൂടെ ചുരുക്കി പറഞ്ഞാൽ ഇഖ്തിലാഫുൽ അഇമ്മ റഹ്മത്തുല്ലിൽ ഉമ്മ എന്ന ആപ്തവാക്യത്തിൻ്റെ വിശാല സാധ്യതകളെയാണ് എഴുതിയിട്ടുള്ളത്. ഇസ്ലാം ഒരു സമഗ്രമായ ജീവിത പദ്ധതി ആയതുകൊണ്ട് തന്നെ ഇസ്ലാം അതിൻ്റെ കർമ്മശാസ്ത്രത്തെ സംബന്ധിച്ചിടത്തോളം ക്രോഡീകരണം, നയങ്ങൾ, നിലപാടുകൾ ഇതെല്ലാം കുറ്റമറ്റതാകണമെന്ന ഒരു മുൻവിധിയോടെ നമ്മൾ ഇതിനെ സമീപിക്കുമ്പോഴാണ് എന്തുകൊണ്ട് അഭിപ്രായാന്തരങ്ങൾ ഉണ്ടായി, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായി എന്ന ചോദ്യം ഉടലെടുക്കുന്നത്. ആ ചോദ്യത്തിൻ്റെ മറുപടിയിൽ പറയുന്നത് ഈ അഭിപ്രായാന്തരങ്ങൾക്കിടയിലൊക്കെയും ഇതിൻ്റെ എല്ലാം അടിസ്ഥാനം ചെന്നെത്തുന്നത് ഒരേ ഒരു മൂലബിന്ദുവിലേക്കാണ്. ആ മൂലബിന്ദുവെ ചുറ്റിപ്പറ്റിക്കൊണ്ട് അർഹരായ, മതം അനുമതി നൽകുന്ന അർഹരായ ആളുകൾ മതപരമായ അനുമതികളിലൂടെ നടന്നു ചെന്ന വഴികൾ, അതിനെ നമുക്ക് ഈ അഭിപ്രായങ്ങൾ, കർമ്മശാസ്ത്രങ്ങളിൽ അഭിപ്രായങ്ങളായി കണക്കിലെടുക്കാം. ഇനി കർമ്മശാസ്ത്രം എന്നത് ഒരു നേർരേഖയാകുന്നത് എങ്ങനെയാണ്? ബഹുമാന്യരായ ഇമാം മുഹീദ്ദീൻ റളിയല്ലാഹു അൻഹു തൻ്റെ ഫുതുഹാത്തുൽ മക്കിയ എന്ന ഗ്രന്ഥത്തിലെ 2-ാം വാള്യം പേജ് 43-ാം പേജിൽ ഇങ്ങനെ പറയുന്നു: ഒരു വ്യക്തി ഒരു സരണി മുറുകെ പിടിച്ച് അയാളുടെ ഇമാമിന്റെ തെളിവുകൾ പരിശോധിക്കുമ്പോഴെല്ലാം ഒരു സമുദ്രത്തിൽ നിന്ന് ഒപ്പിയെടുത്തതാണെന്നും എല്ലാ മദ്ഹബുകളും സ്വീകാര്യമാണെന്നും ബോധ്യപ്പെടും. നിലവിൽ
ലോകത്ത് മുസ്ലിങ്ങളെ അടയാളപ്പെടുത്തുന്നത് അവരുടെ മദ്ഹബുകൾ അനുസരിച്ചുള്ള ജീവിത പദ്ധതിയാണെങ്കിൽ എന്തുകൊണ്ട് ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായി? ആ അഭിപ്രായ വ്യത്യാസങ്ങളെ കുറിച്ച് എന്തുകൊണ്ട് ഇസ്ലാം ഇതെല്ലാം ശരിയാണെന്നുകൂടെ പരിചയപ്പെടുത്തുന്നു? ഒന്നിലേറെ ഉണ്ടാവുക എന്നത് ഒരർത്ഥത്തിൽ വൈരുദ്ധ്യമല്ലേ? വൈവിധ്യമാണെന്ന ന്യായം പറഞ്ഞാലും അതൊരർത്ഥത്തിൽ വൈരുദ്ധ്യത്തിന്റെ മറ്റൊരു വായനാതലമല്ലേ എന്നിങ്ങനെ ഏതാനും പ്രശ്നങ്ങൾ ഉടലെടുക്കുകയാണ്. ഇതിനു മറുപടിയായി തൊബഖാത്തുൽ കുബറയിൽ കാണാം, കർമ്മശാസ്ത്രം നേർരേഖയാണെന്നതിൽ മറ്റൊരു തെളിവ് ഇങ്ങനെയാണ്: 4 മദ്ഹബുകളിലും ഫത്വ നൽകിയിരുന്ന പണ്ഡിതന്മാരുണ്ടായിരുന്നു എന്നത് അബ്ദുൽ അസീസ് അദ്ദരീനി, ഇസ്സുദ്ദീൻ ഇബ്നു ജമാഅ ഇബ്നു ഉഖൈത്തി റളിയല്ലാഹു അൻഹും തുടങ്ങിയവർ അത്തരം പണ്ഡിതന്മാരിൽ പെട്ടവരാണ്. 4 മദ്ഹബുകളിലും ഫത്വ നൽകാൻ, 4 മദ്ഹബുകളിലും മസ്അല പറഞ്ഞു കൊടുക്കാൻ കഴിവുള്ളവരാകണമെങ്കിൽ ഏതെങ്കിലും ഒരു മദ്ഹബ് മാത്രം സ്വീകരിച്ചുകൊണ്ട് 4ൽ 3 മദ്ഹബുകളും സത്യത്തോട് യോജിച്ചതേയല്ല, ഇസ്ലാമിൽ പെട്ടതല്ല എന്ന വിശ്വാസം കാത്തു സൂക്ഷിക്കുന്നവരാണെങ്കിൽ ഈ 3 മദ്ഹബുകളിലെ ആശയാദർശങ്ങളോട് അവർ സമീപിക്കുക പോലുമില്ലല്ലോ. അങ്ങനെ ഇരിക്കെയാണ് ഇപ്പറഞ്ഞ പണ്ഡിതന്മാർ 4 മദ്ഹബുകളിലെയും മസ്അലകളിലേക്ക് എത്തി നോക്കുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലാകുന്ന മറ്റൊരു സംഗതി, ഖുർആനും ഹദീസും വിട്ട് മറ്റൊരു സംഗതിയല്ല ഈ മദ്ഹബ് എന്നുള്ളത്. എന്തെന്നാൽ അശാരി എന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്ന, നമ്മുടെ ഇസ്ലാമിനെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്ന, അനുമതി നൽകിയിട്ടുള്ള അതേ സംഗതികൾ, ആ മൂലകങ്ങൾ, അടിസ്ഥാന തത്വങ്ങൾ വെച്ച് ഇവർ മസ്അലകൾ, ഹുക്കുമുകൾ കണ്ടെത്തുമ്പോൾ അതിനെ നമ്മൾ മുജ്തഹിദിന്റെ തീർപ്പുകളായി, നയങ്ങളായി, നിലപാടുകളായി പരിചയപ്പെടുത്തുന്നു. ഇതേ സംഗതി ബഹുമാനരായ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്ന ഒരു സംഗതിയാണ്. അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നു, സന്ദർഭങ്ങൾക്കനുസരിച്ച് മസ്അലകൾ പോകുന്നു, ഹുക്കുമുകൾ പോകുന്നു. ബഹുമാനരായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തന്റെ സമ്പാദ്യം മുഴുവൻ ഇസ്ലാമിനു വേണ്ടി ദാനം ചെയ്യാൻ ചോദിക്കുമ്പോൾ ബഹുമാനരായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സമ്മതിച്ചു കൊടുക്കുകയാണ്. എന്നാൽ പിന്നീട് കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഇതേ ആവശ്യമായി മുന്നോട്ട് വരുമ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇതിന് സമ്മതിക്കുന്നുമില്ല. മീസാനുൽ കുബ്രയിൽ ഷഅറാനി ഇമാം ഈ വിഷയത്തെ അധികരിച്ച് ചർച്ച നടത്തുന്നുണ്ട്. അപ്പോൾ സാഹചര്യങ്ങൾക്കനുസരിച്ച് മതവിധിയിൽ വ്യത്യാസം വരാമെങ്കിൽ അടിസ്ഥാന തത്വത്തെ വ്യത്യസ്തമായ രൂപങ്ങളിൽ നോക്കിക്കണ്ടുകൊണ്ട് ആശയങ്ങൾ രൂപപ്പെടുത്താമെന്നുണ്ടെങ്കിൽ കർമ്മശാസ്ത്രപരമായി അഭിപ്രായാന്തരങ്ങൾ ഉണ്ടാകുന്നതിൽ വൈരുദ്ധ്യമില്ല. ചുരുക്കി പറഞ്ഞാൽ വൈരുദ്ധ്യങ്ങൾക്കപ്പുറത്തേക്ക് അത് വെറും വൈവിധ്യങ്ങൾ മാത്രമായി മാറുന്നു. ആ വൈവിധ്യങ്ങളിലൂടെ മുസ്ലിം ജീവിതത്തിന് സൗകര്യങ്ങൾ ഉണ്ടാകുന്നു, സുഖകരമായ ജീവിത സാധ്യതകൾ ഉണ്ടാകുന്നു. അതുതന്നെ എത്ര ഇഖ്തിലാഫുൽ അഇമ്മ റഹ്മത്തുൽ ലിൽ ഉമ്മ. ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും. ഈ കാലത്ത് എല്ലാവിധ ഷർത്തുകളും ഒത്ത ഒരു മുജ്തഹിദ് ഉണ്ടാവൽ സാധ്യമല്ല. എന്നാൽ വിവിധ ഫന്നുകളിൽ കഴിവുള്ള ധാരാളം പണ്ഡിതന്മാർ നമുക്കിടയിലുണ്ട്. അപ്പോൾ എല്ലാ പണ്ഡിതന്മാരെയും, വ്യത്യസ്ത ഫന്നുകളിൽ കഴിവുള്ള പണ്ഡിതന്മാരെ സമന്വയിപ്പിച്ചുകൊണ്ട് ഉള്ള ഇജ്തിഹാദുൽ ജമാഇനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ഇമാമിങ്ങളുടെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉമ്മത്തിൻ്റെ അനുഗ്രഹമാണെന്നാണല്ലോ പറഞ്ഞു വെച്ചത്. അപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് കൂടുതൽ സാധ്യത നൽകുകയല്ലേ നമ്മൾ ചെയ്യേണ്ടത്? അപ്പോൾ ഇജ്തിഹാദ് തുടരാൻ വേണ്ടി ഇജ്തിഹാദുൽ ജമാഅയെ മുന്നോട്ട് വെക്കുന്നതിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? മറുപടിക്ക് മുമ്പ് 3 കാര്യങ്ങളാണ് സൂചിപ്പിക്കാനുള്ളത്. നിങ്ങൾ ആദ്യം കൊണ്ടുവന്ന പ്രിമൈസ് തെറ്റാണ്, അല്ലെങ്കിൽ നിങ്ങൾ അതിന് തെളിവ് കൊണ്ടുവരണം. ഇക്കാലത്ത് ഇജ്തിഹാദിന് സാധ്യതയില്ല എന്നല്ല പറഞ്ഞത്. സാധ്യതയില്ല എന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നതെന്ന് ആദ്യം പറഞ്ഞു തരണം. രണ്ടാമത്, ഇജ്തിഹാദ് തഖ്ലീദ് എന്ന വിഷയത്തിൻ്റെ അപ്പുറത്തേക്ക് മുഖല്ലിദുകളെ സംബന്ധിച്ചിടത്തോളം മുഖല്ലിദുകളായ ശേഷം, തഖ്ലീദ് ചെയ്തതിന് ശേഷം മദ്ഹബുകൾക്കിടയിൽ വന്നിട്ടുള്ള ഈ അഭിപ്രായാന്തരങ്ങൾ, മുഖല്ലിദുകൾക്ക് സ്വീകരിക്കാൻ സൗകര്യപ്പെടുന്ന ഈ അഭിപ്രായാന്തരങ്ങളെ കുറിച്ചാണ്, ഇഖ്തിലാഫിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളത്. വിഷയത്തോട് പൂർണ്ണമായി
ബന്ധപ്പെട്ട് കിടക്കുന്നില്ല എന്ന് വിശ്വസിക്കുന്നു. കാരണം വിഷയാവതരണത്തിൽ സൂചിപ്പിച്ചതുപോലെ 2 വട്ടം ആവർത്തിച്ചതുപോലെ ഇഖ്തിലാഫുൽ അയിമ്മ റഹ്മത്തുല്ലിലുമ്മ അതും മുഖല്ലിദുകളെ സംബന്ധിച്ചിടത്തോളമുള്ള മദ്ഹബുകളിലെ സാധ്യതകളെ കുറിച്ചാണ് ചർച്ച ചെയ്തിട്ടുള്ളത്. ഇജ്തിഹാദുൽ ജമാഅയിലേക്ക് ചർച്ച പോയിട്ടില്ല. ആദ്യമായിട്ട് പുതിയ കാലത്ത് ഇജ്തിഹാദ് ആദത്തിൽ മുംകിനല്ല, സാധ്യമല്ല എന്ന് തന്നെയാണ്. അതെല്ലാവരും പൊതുസമ്മതമായി അംഗീകരിക്കുന്ന വിഷയമാണ്. പിന്നെ നമ്മൾ പറഞ്ഞു ഇതൊക്കെ സൗകര്യങ്ങളാണ് എന്നാണ് പറയുന്നത്. എനിക്കിപ്പോൾ ഒരു നിയമം അനുസരിക്കാൻ പറ്റൂലെങ്കിൽ വേറെ നിയമത്തേക്ക് പതുക്കെ അങ്ങോട്ട് മാറുക, ഇതൊരു തരം ഒളിച്ചുകളിയാണ്. എനിക്കൊരു നിയമം അനുസരിക്കാൻ പറ്റില്ല, അപ്പം വേറെ ഒരു സാധ്യത ഉണ്ട് എന്ന് കണ്ടിട്ട് അതിലേക്ക് മാറുക എന്നുള്ളത് ഒരർത്ഥത്തിൽ പറഞ്ഞു ഒരു നിയമത്തിന്റെ കെട്ടുറപ്പില്ലായ്മയെ കാണിക്കുന്നു. അതിൻ്റെ മറ്റൊരു പേരാണ് സൗകര്യം. അപ്പൊ എൻ്റെ സൗകര്യത്തിന് വേണ്ടി എനിക്കെന്തും സ്വീകരിക്കാമെന്ന് പറയുമ്പോൾ എനിക്ക് ഒരു വിഷയത്തിൽ ഒരു കാര്യം ചെയ്യാം, അത് പറ്റിയ തൽക്കാലത്തേക്ക് തോന്നുകയാണെങ്കിൽ വേറെ മതഹബ് സ്വീകരിച്ചിട്ട് അക്കാര്യം ചെയ്യുക. ഇതൊക്കെ ഒരാൾക്ക് എന്തും ചെയ്യാനുള്ളൊരു പാസ്പോർട്ട് കൊടുക്കലായിരിക്കും. അപ്പൊ അത് ഇസ്ലാമിക നിയമത്തിന് പലപ്പോഴും പ്രയാസങ്ങളാണ് സൃഷ്ടിക്കുക, സൗകര്യമെന്ന് പറഞ്ഞാൽ പോലും. അപ്പൊ ഈ വിമർശനത്തെ നിങ്ങൾ എങ്ങനെയാണ് കാണാൻ? ഒരു നിയമത്തിന്റെ കെട്ടുറപ്പില്ലായ്മയാണ് ഫിഖ് കൊണ്ടുണ്ടാവുന്നത്, കെട്ടുറപ്പല്ല ഉണ്ടാകുന്നത്, മറിച്ച് അസൗകര്യവും കെട്ടുറപ്പില്ലായ്മയുമാണ് ഈ പറഞ്ഞ ഫിഖ്ഹും ഇഖ്തിലാഫും കൊണ്ടുണ്ടാവുന്നത്. എങ്ങനെ ഈ വിമർശനത്തെ നോക്കിക്കാണുന്നു? അസ്സലാമു അലൈക്കും. നല്ലൊരു ചോദ്യമാണ് ഉന്നയിച്ചിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന ഒരു ഹദീസിൽ കാണാം, ഇന്നദ്ദീന ഇൻദല്ലാഹി അൽ ഹനീഫിയ്യത്തു സംഹ എന്നുള്ളത്. മതം പരിശുദ്ധമായ ഇസ്ലാം ആളുകൾക്ക്, അത് പിന്തുടരുന്നവർക്ക് വളരെ ലളിതമായ രൂപത്തിൽ കാര്യങ്ങൾ ചെയ്യാൻ അനുവദിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് അള്ളാഹു ഇഷ്ടപ്പെടുന്നത്. ഒരിക്കൽ റസൂലുള്ള ദിവസവും എല്ലാ വർഷം മുഴുവൻ നോമ്പെടുക്കാൻ ഒരാൾ സമ്മതം ചോദിച്ചപ്പോൾ അതിന് സമ്മതം കൊടുത്തിട്ടില്ല. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, ഈ ലോകത്ത് ഇസ്ലാമിൻ്റെ ഏത് കൽപ്പന എടുത്തു നോക്കുകയാണെങ്കിലും ഈ ലോകത്ത് ഉള്ള ജനങ്ങളെ മനസ്സിലാക്കിയിട്ട്, ആളുകളെ മനസ്സിലാക്കിയിട്ടാണ് ഓരോ നിയമങ്ങളും വരുന്നത്. 2 രൂപത്തിലുള്ള ആളുകളുണ്ടാവും. ഒന്ന്, നമ്മുടെ മതത്തിൽ കുറച്ച് കണിശത പാലിക്കുന്ന ആളുകളുണ്ടാവും. അവർക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും, മതം എന്ത് പറയുകയാണെങ്കിലും അനുസരിക്കാൻ പറ്റുന്ന ചില ആളുകളുണ്ട്. എന്നാൽ മറ്റു ചില ആളുകൾ അത്രത്തോളം അങ്ങ് ആ ഒരു കണിശതയിലേക്ക് എത്താതെ മതത്തിൽ നിൽക്കുന്നവരുണ്ടാവും. അവരെ സംബന്ധിച്ചിടത്തോളം ഒരു നിയമം മാത്രമാകുമ്പോൾ ഇത് തന്നെ ചെയ്യണമെന്ന് പറയുമ്പോൾ പലപ്പോഴും മതം ഉപേക്ഷിച്ച് മതനിരാകരണത്തിന് കാരണമാവുകയാണ് ചെയ്യുന്നത്. ഒരിക്കൽ മുത്തുനബിയോട് വന്നിട്ട് ഒരാൾ ചോദിക്കുകയാണ്, നിങ്ങൾ റബ്ബിനെ കണ്ടിട്ടുണ്ടോ, അള്ളാഹുവിനെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ മുത്തുനബി പറഞ്ഞു, റബ്ബിനെ ഞാൻ എങ്ങനെ കാണാനാണ്? എന്നാൽ മറ്റു ചിലപ്പോൾ ചോദിച്ചപ്പോൾ മുത്തുനബി പറഞ്ഞു, ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് അള്ളാഹുവിനെ കണ്ടിട്ടുണ്ട് എന്ന്. ആ 2 ചോദ്യങ്ങളും ചോദിക്കുന്ന വ്യക്തികൾക്കനുസരിച്ച് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മറുപടി കൊടുക്കുകയായിരുന്നു. കാരണം ഒന്നാമത്തെ ആളുകൾക്ക് അത് മനസ്സിലാക്കാനുള്ള ശേഷി ഉണ്ടാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് മുത്തുനബി ഈ ഹദീസ് മഹാനായ അബൂ ദാവൂദ് തങ്ങൾ അവിടുത്തെ കിതാബിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ആളുകൾക്കനുസരിച്ച് അവർക്കുള്ള ഉത്തരങ്ങളും അവർക്കുള്ള നിയമങ്ങളും മാറിക്കൊണ്ടിരിക്കും. അതാണ് ഇഖ്തിലാഫുൽ അയിമ്മ റഹ്മത്തുല്ലിൽ ഉമ്മ എന്ന ആ ഒരു തത്വത്തിലേക്ക് വരുന്നത്. മഹാനായ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു അവിടുത്തെ വസിയ്യത്തായിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഇദാ സ്വഹൽ ഹദീസു ഫഹുവ മദ്ഹബി എന്ന് ഷാഫിഈ ഇമാം അവിടുത്തെ വസിയ്യത്തായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഷാഫിഈ ഇമാം പറഞ്ഞ ഒരു കാര്യത്തിന് വിരുദ്ധമായി ഒരു ഹദീസ് വന്നു കഴിഞ്ഞാൽ അതാണ് എൻ്റെ മദ്ഹബ് എന്ന് പറയുമ്പോൾ, ഷാഫിഈ ഇമാം പറഞ്ഞ കാര്യങ്ങൾക്ക് വിരുദ്ധമായിട്ട് ധാരാളം ഹദീസുകൾ വന്നിട്ടുമുണ്ട്. അപ്പോൾ ഷാഫിഈ മദ്ഹബിന് എന്ത് പ്രാമാണികതയാണുള്ളത് എന്നതാണ് ചോദ്യം. ഇദാ സ്വഹൽ ഹദീസ് ഫഹു മദ്ഹബി എന്ന ഷാഫി ഇമാമിൻ്റെ ഖൗലിനെ വിശദീകരിച്ചുകൊണ്ട് ധാരാളം മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്. പല കിതാബുകളും ആ ഹദീസിൻ്റെ വിശദീകരണത്തിലായിട്ട് തന്നെ രചിക്കപ്പെട്ടിട്ടുണ്ട്. ഇവിടെ ചോദിച്ചത് ഇദാ സ്വഹൽ ഹദീസ് ഫഹുവ മദ്ഹബി എന്ന ഷാഫി ഇമാമിൻ്റെ ഖൗലുണ്ടായിരിക്കെ ഷാഫി മദ്ഹബിനെതിരായിട്ട് വല്ല ഹദീസും കണ്ടാൽ അത് സ്വീകരിച്ചുകൂടെ എന്നാണ്. എന്നാൽ ഈ ഖൗലിനെ വിശദീകരിച്ചുകൊണ്ട് മഹാന്മാർ പറയുന്നുണ്ട്, ഇതിൻ്റെ ആശയം നിങ്ങൾ മനസ്സിലാക്കിയത് പോലെ അല്ല. മറിച്ച് ഷാഫി ഇമാം ഇദാ സ്വഹൽ ഹദീസ് ഫഹുവ മദ്ഹബി എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് സാധാരണക്കാരോടുള്ള ഒരു ഖിതാബല്ല, മറിച്ച് ഷാഫി ഇമാമിൻ്റെ അസ്ഹാബിൽപ്പെട്ട പ്രഗത്ഭരായ പല മഹാന്മാരോടുമുള്ള ഒരു സംബോധനയാണ്.
മുസ്നി ഇമാമിനെ പോലെയുള്ള പല മഹാന്മാരോടുമുള്ള ഒരു സംബോധനയാണ്. ഇനി അതിൻ്റെ ആശയതലത്തിലേക്ക് പോയാൽ തന്നെ ഇതാ സ്വഹൽ ഹദീസ് ഫഹുവ മദ്ഹബി എന്ന് പറഞ്ഞാൽ എൻ്റെ മദ്ഹബ് സ്വഹീഹായ ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ കെട്ടിപ്പടുത്തുണ്ടാക്കിയ മദ്ഹബാണ് എന്നാണ് ആ കൗലിനെ വിശദീകരിച്ചുകൊണ്ട് മഹാന്മാർ അതിൻ്റെ ആശയം പറഞ്ഞിട്ടുള്ളത്. ഷാഫിഈ മദ്ഹബ് പ്രകാരം ഭാര്യയ്ക്ക് ചെലവ് കൊടുക്കൽ ഭർത്താവിന് നിർബന്ധമാണല്ലോ. അതായത് ഭാര്യയുടെ വസ്ത്രം, ഭക്ഷണം, പാർപ്പിടം മുതലായ കാര്യങ്ങൾ ഭർത്താവ് ചെയ്തു കൊടുക്കേണ്ട കടമകളാണ്, ഭർത്താവിന് നിർബന്ധമായ കാര്യങ്ങളാണ്. എന്നാൽ ഷാഫിഈ മദ്ഹബിൽ ഭർത്താവ് ഭാര്യയ്ക്ക് ആരോഗ്യപരമായ ചികിത്സാപരമായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ടതില്ല എന്ന് പറയുന്നുണ്ടല്ലോ, അതിൻ്റെ സാങ്കത്യം? നമ്മുടെ വിഷയവുമായി ചോദ്യത്തിന് കാര്യമായ ബന്ധമില്ല. കാരണം ഞങ്ങൾ പറഞ്ഞത് ഇഖ്തിലാഫുൽ അയിമ്മത്ത്, കർമ്മശാസ്ത്രം ആളുകൾക്കിടയിൽ പ്രത്യക്ഷത്തിൽ കാണുമ്പോൾ വൈരുദ്ധ്യങ്ങളായി തോന്നാമെങ്കിലും അത് നേർരേഖയാണ് എന്ന് പറയുകയാണ് ഞങ്ങൾ ചെയ്തത്. പക്ഷേ ഷാഫി മദ്ഹബുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയാണ് ചോദിച്ചത്. അതിന് മറുപടി, ഭർത്താവ് ഭാര്യയ്ക്ക് വരുന്ന അസുഖത്തിന് ചികിത്സ നൽകാൻ തുനിഞ്ഞു കഴിഞ്ഞാൽ, ഭക്ഷണം എന്നൊക്കെ പറഞ്ഞാൽ ഇസ്ലാം അതിനൊരു പരിധി വെച്ചിട്ടുണ്ട്. ഇത്ര രൂപ, കഴിവുള്ളവൻ ഇത്ര കൊടുക്കണം, കഴിവില്ലാത്തവൻ ഇത്ര കൊടുക്കണം, മധ്യനിലയിലുള്ളവൻ ഇത്ര കൊടുക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ ചികിത്സ എന്ന് പറയുന്നത് അങ്ങനെയല്ല, അതൊരു ഓപ്പൺ ആയിട്ടുള്ള വൈഡായിട്ടുള്ള ഏരിയ ആണ്. ചികിത്സയിലൂടെ ഒരു പെണ്ണിന് വേണമെങ്കിൽ ഭർത്താവിനെ ചൂഷണം ചെയ്യാം. എനിക്ക് അസുഖമാണ് എന്ന് പറഞ്ഞ് കിടന്നുകൊണ്ട് എത്രയും അത് അഭിനയിച്ചുകൊണ്ട് ആ സ്ത്രീക്ക് ആ ഭർത്താവിനെ ചൂഷണം ചെയ്യാം. അപ്പോൾ അത് വലിയൊരു അപകടത്തിലേക്ക് തുറന്നു വിടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് മദ്ഹബിൽ ഭാര്യ അസുഖമുണ്ടാകുമ്പോൾ ഭാര്യയ്ക്ക് ചികിത്സിക്കേണ്ടത് ഭർത്താവിൻ്റെ കടമയല്ല, അവളുടെ രക്ഷിതാക്കളുടെ കടമയാണ് എന്ന് മദ്ഹബിൽ പറയുന്നത്. അത് ചോദ്യവും നമ്മുടെ വിഷയവുമായി കാര്യമായിട്ടുള്ള ബന്ധം ഈ ചോദ്യത്തിനില്ല. വിഷയത്തിൻ്റെ ആകത്തുക പറയുകയാണെങ്കിൽ, ബഹുമാനരായ ശാരിഅ വിവിധ അർത്ഥതലങ്ങൾ കണ്ടെത്താനുള്ള സാധ്യതകൾ ഒരുക്കി തരികയാണ്. ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ, ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഒത്ത നടുക്ക് 6 എഴുതി വച്ചിരിക്കുന്നു. എഴുതി വച്ചിരിക്കുന്ന ആൾ തീരുമാനിച്ചിട്ടുണ്ട് 4 പുറത്ത് നിന്നും വായിക്കുന്നവർക്ക് അവർ വായിക്കുന്നത് പോലെ സ്വീകരിക്കാം, അവർക്കതനുസരിച്ച് എന്തും ചെയ്യാമെന്ന്. എങ്കിൽ അപ്പുറത്തിരിക്കുന്ന ആൾ അത് വായിക്കും 9 എന്ന്, ഇപ്പുറത്തിരിക്കുന്ന ആൾ അത് മനസ്സിലാക്കും ഒരു വരയും ഒരു കേവുമാണെന്ന്. നേരെ തിരിച്ചു കേൾക്കുന്ന ആൾ അതൊരു കോൺകേവ് അല്ലെങ്കിൽ കോൺവെക്സ് പോലെയാണെന്ന് മനസ്സിലാക്കും. ഈ ഒരു സംഗതി ഇത് നിർമ്മിച്ചെടുത്ത, ഇത് നിർണയിച്ചു കൊടുത്ത ആളുടെ ആ ഒരു നിർണയത്തിൻ്റെ രൂപം പ്രകാരം കൂടിയാണ്. അപ്പോൾ ഇതാണ് നമ്മൾ പറയുന്നത്, അശാരി വ്യക്തമായി കണക്കാക്കി കൊടുത്തിട്ടുള്ള ഇജ്തിഹാദിനുള്ള സാധ്യതകൾ, അല്ലെങ്കിൽ മതത്തിൻ്റെ പൂർണ്ണാർത്ഥത്തിലുള്ള ജീവിത സാധ്യതകൾ, ആ സാധ്യതകൾക്കൊപ്പമാണ് ഇഖ്തിലാഫുൽ ഉമ്മ റഹ്മത്തുൽ ലിൽ ഉമ്മ ഉണ്ടാകുന്നത്. ആ ഇഖ്തിലാഫിലൂടെ ജീവിതം സുഖകരമാകുന്നു എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ വ്യത്യസ്ത മാർഗങ്ങളിൽ കർമ്മശാസ്ത്രം വ്യത്യസ്ത മേഖലകളിലോ ഇടപെടുമ്പോൾ അനിവാര്യമായി തീരുന്നതായിരിക്കും എന്തായാലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുക എന്നത്. ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നതോടുകൂടെ വ്യത്യസ്തമായ അഭിപ്രായ വ്യത്യാസങ്ങൾ കാത്തു സൂക്ഷിക്കുന്ന മനുഷ്യർക്ക് അവർ സ്വീകരിക്കുന്ന മുജ്തഹിദിന്റെ, അതായത് അവർ മുഖല്ലിദുകളാവുകിൽ അവർ സ്വീകരിക്കുന്ന മുജ്തഹിദുകൾ, ആ മുജ്തഹിദുകൾ ഖുർആനും സുന്നത്തും ഇജ്മാഉം ഖിയാസൊക്കെ വെച്ച് അത് പ്രകാരം നിർമ്മിച്ചെടുത്തിട്ടുള്ള ഉസൂലുകൾ, നിയമങ്ങൾ, ഹുക്കുമുകൾ, ആ ഹുക്കുമുകളുടെ അടിസ്ഥാനത്തിൽ ജീവിക്കാം, അത് പ്രശ്നമില്ല. അവരുടെ മദ്ഹബുകളിൽ വന്നിട്ടുള്ള, അവരുടെ മദ്ഹബിന് അപ്പുറത്തുള്ള മദ്ഹബുകളിൽ വന്നിട്ടുള്ള അഭിപ്രായാന്തരങ്ങളെ അത് കൃത്യമായി പോസിറ്റീവോടുകൂടെ സ്വീകരിക്കുന്നു. ആ സ്വീകാര്യത്തെയാണ് നമ്മൾ നേരത്തെ റഹ്മത്തുൽ ലിൽ ഉമ്മ എന്ന ആ പ്രശസ്ത ആപ്തവാക്യത്തിൻ്റെ അർത്ഥമായി സൂചിപ്പിച്ചത്. ഇൻഷാ അല്ലാഹ് വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. ഗ്വാങ്സോയിൽ ഈ മത്സരം കഴിഞ്ഞാലുടൻ ഓഫ് ക്യാമ്പസ് കവാലി. ഓഫ് ക്യാമ്പസ് കവാലി റിപ്പോർട്ടിംഗ് ആരംഭിച്ചിരിക്കുന്നു. മത്സരികൾ ഉടൻ റിപ്പോർട്ട് ചെയ്യുക. വേദിയിൽ ജനറൽ പേപ്പർ പ്രസന്റേഷൻ തുടരുന്നു. നെക്സ്റ്റ് കോൾ ലെറ്റർ C.
السلام عليكم ورحمة الله تعالى وبركاته. الحمد لله والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين. أما بعد. ഖുർആൻ ഹൃദ്യസ്ഥമാക്കുക എന്നുള്ളത് ഒരു സാമൂഹിക ബാധ്യതയാണ് എന്നതുപോലെ തന്നെ വിശാലമായ അർത്ഥതലങ്ങളുള്ള ഖുർആനിക ആയത്തുകളെ ഗ്രഹിക്കുക എന്നുള്ളതും സാമൂഹിക ബാധ്യതയാണ്. സമൂഹത്തിലുള്ള ഒരു ന്യൂനപക്ഷം ഇതിന് തയ്യാറായിട്ടില്ല എങ്കിൽ സമൂഹം മുഴുക്കെ അതിന് ശിക്ഷ അനുഭവിക്കേണ്ടി വരും. ഇത്തരമൊരു സാഹചര്യത്തിലാണ് തഫ്സീറുകളുടെ അനിവാര്യതയെ കുറിച്ച് നാം മനസ്സിലാക്കേണ്ടത്. തഫ്സീറുകൾ വിവിധ കാലങ്ങളിലായി ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലശേഷം വിവിധ കാലങ്ങളിലായി നിരവധിയായ തഫ്സീറുകൾ ഖുർആനിനെ വ്യാഖ്യാനിക്കുന്ന അതിൻ്റെ ആയത്തുകൾക്ക് വിശദീകരണം നൽകുന്ന വിവിധങ്ങളായിട്ടുള്ള തഫ്സീറുകൾ വിരചിതമായിട്ടുണ്ട്. ഈ തഫ്സീർ പഠിക്കുന്നതിന് ആധികാരികയെക്കുറിച്ച് തന്നെ എത്രത്തോളം എന്നാൽ ഖുർആനിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൻ നിസായിലൂടെ പറയുന്നുണ്ട്, എന്ത് ജനം ഖുർആനിനെ കുറിച്ച് അവർ ചിന്തിക്കുന്നില്ലേ? അള്ളാഹു അല്ലാതെ മറ്റൊരാളിൽ നിന്നെങ്കിലുമാണ് ആ ഖുർആൻ അവതീർണമായത് എങ്കിൽ അവരതിൽ നിരവധിയായ വൈരുദ്ധ്യങ്ങൾ ദർശിക്കുമായിരുന്നു എന്ന് സൂറത്തു നിസായിൽ 82 അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അതുപോലെ തന്നെ സൂറത്തു സ്വാദ് 29 ഇതൊരു അനുഗ്രഹീത മഹത് വേദമാകുന്നു, പ്രവാചകരെ നാം ഇത് താങ്കൾക്ക് ഇറക്കി തന്നു, ഇത് ജനങ്ങൾ ഇതിലെ സുക്തങ്ങളിൽ ചിന്തിക്കേണ്ടതിനും ബുദ്ധിയും തൻ്റെടവുമുള്ളവർ അതുവഴി പാഠം ഉൾക്കൊള്ളേണ്ടതുമാണ്. ഈ ആയത്തുകളെല്ലാം വിരൽ ചൂണ്ടുന്നത് ഖുർആൻ ഗ്രഹിക്കുക എന്നുള്ളത് ഒരു സാമൂഹിക ബാധ്യതയാണ്, അനിവാര്യതയാണ് എന്നുള്ളതാണ്. ഇത്തരമൊരു സാഹചര്യത്തിൽ വിവിധങ്ങളായ ഖുർആനിക തഫ്സീറുകൾ പല കാലങ്ങളിലായി വന്നു. വസ്തുതാപരമായി യാഥാർത്ഥ്യങ്ങൾ ഖുർആനിലെ ആയത്തുകളോട് 100% നീതി പുലർത്തുന്ന തഫ്സീറുകൾ വന്നതോടൊപ്പം തന്നെ ഈ ഒരു സാധ്യതയെ മുതലെടുത്തുകൊണ്ട് ഈ സാധ്യതയുടെ ഓരം ചേർന്നുകൊണ്ട് തങ്ങളുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് ഖുർആനിലെ ആയത്തുകൾ വ്യാഖ്യാനിക്കുക എന്നുള്ള ഒരു സാധ്യത മനസ്സിലാക്കി ഈ സാധ്യതയുടെ ഓരം ചേർന്നതിനെ വികല പ്രസ്ഥാനങ്ങളും ഇസ്ലാമുമായി അല്ലെങ്കിൽ ഇസ്ലാമിക ദർശനങ്ങളുമായി അത്ര തന്നെ ബന്ധമില്ലാത്ത പ്രസ്ഥാനങ്ങളും ഇസ്ലാമിൻ്റെ ശത്രുക്കളും ഈ സാധ്യതയുടെ ഓരം ചേർന്നുകൊണ്ട് ഖുർആനിനെ വിവിധ രൂപത്തിൽ വ്യാഖ്യാനിച്ചു എന്നുള്ളത് മറ്റൊരു വസ്തുതയാണ്. ഇത്തരം ഒരു സാഹചര്യത്തിലാണ് ഖുർആനിൻ്റെ തഫ്സീറിൻ്റെ ആധികാരികത എന്ന വിഷയത്തിലേക്ക് വിരൽ ചൂണ്ടുന്നത്. അല്ലെങ്കിൽ ഖുർആനിൻ്റെ തഫ്സീറിൻ്റെ ആധികാരികത, അതിൻ്റെ വിശ്വസനീയത എന്ന രൂപത്തിൽ ഒരു ചർച്ചയുടെ ആവശ്യം തന്നെ വരുന്നത്. യഥാർത്ഥത്തിൽ ഇവിടെ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടത് ഖുർആനിലെ തഫ്സീറിന് ശരിയായൊരു നിർവചനം ഉണ്ടോ എന്നുള്ളതാണ്. കൃത്യമായിട്ടുള്ളൊരു നിർവചനം തഫ്സീറിന് കൊടുക്കാൻ പ്രത്യേകിച്ച് പണ്ഡിതന്മാർ അതിന് തയ്യാറായിട്ടില്ല. വ്യാഖ്യാനം, വിശദീകരണം, വിവരണം എന്നൊക്കെയാണ് പൊതുവേ തഫ്സീറിൻ്റെ അർത്ഥം, ഭാഷാർത്ഥം. സാങ്കേതിക അർത്ഥപ്രകാരം ഇതിന് പണ്ഡിതന്മാർ പല വിധത്തിൽ തഫ്സീറിനെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ഖുർആനിൻ്റെ ആശയങ്ങളെയും ഉദ്ദേശങ്ങളെയും വ്യക്തമാക്കുക എന്ന നിർവചനമാണ്. ഖുർആൻ വ്യാഖ്യാതാവായ അസ്ബഹനി റളിയല്ലാഹു അൻഹു ആയത്തുകളുടെ അവതരണ പശ്ചാത്തലം, അവയിലെ ഉള്ളടക്കം, ചരിതങ്ങൾ, മക്കിയെ മദനിയെ, ഖണ്ഡിതമായവ, അവ്യക്തമായവ, ദുർബലപ്പെടുത്താത്തവ, പ്രത്യേകമായവ, പൊതുവായവ, നിരുപാധികമായത്, സ്വാഭാവികമായത്, സംക്ഷിപ്തമായത്, വിശദീകരിക്കപ്പെട്ടവ, അനുവദനീയമായത്, നിഷിദ്ധമായത്, വാഗ്ദാനം, ഭീഷണി, കൽപ്പന, നിരോധനം, ഗുണപാഠങ്ങൾ, ഉപമകൾ തുടങ്ങിയവയൊക്കെ കുറിച്ച് ഇത്തരത്തിൽ പിന്നെ തഫ്സീറിന് വിവിധങ്ങളായിട്ടുള്ള പിന്നെ നിർവചനങ്ങൾ വിവിധ കാലങ്ങളിലായിട്ടുണ്ടായിട്ടുണ്ട്. തഫ്സീറിൻ്റെ ആധികാരികത, അനിവാര്യതയെക്കുറിച്ച് സംസാരിച്ചു. അതേപോലെ മറ്റൊരു ചോദ്യം, ആരാണ് തഫ്സീർ അല്ലെങ്കിൽ ഒരു മുഫസ്സിർ ആവാനുള്ള അർഹതയെക്കുറിച്ചാണ് മറ്റൊരു ചോദ്യം ഉയരുന്നത്. ഇവിടെയും ഈ പറഞ്ഞതുപോലെ തന്നെ ഖുർആനിൻ്റെ വ്യാഖ്യാനിക്കാൻ അർഹതയുള്ളവർ ആരാണെന്ന കാര്യത്തിൽ പണ്ഡിതന്മാർ രണ്ടു പക്ഷക്കാരാണ്. ഒരു വിഭാഗത്തിൻ്റെ അഭിപ്രായ പ്രകാരം അറബി സാഹിത്യ നിപുണനും കർമ്മശാസ്ത്രം, ചരിത്രം, വ്യാകരണം തുടങ്ങിയ എല്ലാ വിജ്ഞാന ശാഖകളിലും അഗ്രഗണ്യമായ പണ്ഡിതനാണെങ്കിൽ പോലും
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തൊട്ട് നിവേദനം ചെയ്യപ്പെട്ടതിനെ അവലംബിക്കലല്ലാതെ ഖുർആനിൽ ഒന്നും സ്വയം വ്യാഖ്യാനിക്കൽ അനുവദനീയമല്ല. ഇവിടെ പ്രധാനമായിട്ടും ഈ പറഞ്ഞ ഇൽമുകളെ കുറിച്ച് ധാരണ ഉണ്ടാവുക എന്ന് പറഞ്ഞതിൻ്റെ തഹത്തിൽ വരുന്നത് പ്രധാനമായിട്ടും ഇൽമുൽ ലുഗത്ത് അഥവാ ഭാഷജ്ഞാനം, അതുപോലെ തന്നെ ഇൽമുൽ സുറഫ്, പദോൽപത്തി ശാസ്ത്രം, ഇൽമുൽ മഅാനി, ആശയങ്ങൾ ഫലവത്തായ രൂപത്തിൽ വാചക ഘടനയുടെ പ്രത്യേകത ഗ്രഹിക്കാൻ ഇൽമുൽ മഅാനിയിൽ വൈദഗ്ധ്യം നേടൽ അത്യന്താപേക്ഷികമാണ്. അതുകൊണ്ടാണ് ഇൽമുൽ മഅാനി ഈ പറഞ്ഞ ഖുർആൻ മുഫസ്സിർ ആവാൻ വേണ്ടിയുള്ള തയ്യാറെടുക്കുന്നതിന് മുൻപ് ഒരാളിൽ ഉണ്ടായിരിക്കേണ്ട വൈജ്ഞാനിക ശാഖകൾ ഏതാണെന്നതിൽ ഇൽമുൽ മഅാനി പെടുന്നത്. മറ്റൊന്ന് ഇൽമുൽ ബയാനാണ്. ഒരേ ആശയം വിവിധ രൂപത്തിൽ പ്രതിപാദിപ്പിക്കാൻ പഠിക്കുന്ന ഭാഷാശാസ്ത്ര ശാഖയാണ് ഇൽമുൽ ബയാൻ. അതുകൊണ്ട് തന്നെ വാചകങ്ങൾക്ക് മാറ്റം സംഭവിക്കുന്നിടത്ത് ലക്ഷ്യങ്ങളുടെ വ്യക്തതയും അവ്യക്തതയും പരിഗണിച്ചുകൊണ്ടുള്ള അവയുടെ ഗ്രഹണ വൈശിഷ്ട്യം ഗ്രഹിക്കൽ ഒരു മുഫസ്സിറിനെ സംബന്ധിച്ച് അനിവാര്യതയാണ്. അപ്പൊ ഇത്തരം വൈജ്ഞാനിക ശാഖകൾ ഒരു മുഫസ്സിറിന് അറിഞ്ഞിരിക്കണം. അതല്ലാതെ ഒരാൾ കൃത്യമായ അവനവൻ്റെ ആശയ അല്ലെങ്കിൽ ആശയ വൈരുദ്ധ്യങ്ങളനുസരിച്ച് ഖുർആനിനെ വ്യാഖ്യാനിക്കുക എന്നുള്ളത് തീർത്തും തെറ്റാണ് എന്ന് മാത്രമല്ല, അതൊരർത്ഥത്തിൽ ഖുർആനിനെ സ്വയം ഇഷ്ടപ്രകാരം വ്യാഖ്യാനിക്കപ്പെടുക എന്നുള്ള അർത്ഥത്തിൽ കുഫറിലേക്ക് വരെ എത്തിപ്പെടാനുള്ള സാധ്യത അവിടെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇത്തരത്തിൽ ഇനി പലപ്പോഴായിട്ട് വ്യത്യസ്ത വകുപ്പുകൾ, ഖുർആൻ കൊണ്ടുള്ള വീക്ഷണങ്ങൾ തുടങ്ങിയവയൊക്കെ ഇതിൻ്റെ ദാഹത്തിൽ പെടുന്നുണ്ട്. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നിലവിലുള്ള തഫ്സീറുകൾക്ക് പല വിമർശനങ്ങളും ഉന്നയിക്കുന്നതായിട്ട് നമുക്ക് കാണാം. ഉദാഹരണം, തഫ്സീറുൽ ജലാലൈനിൽ ഇസ്രായേലിയാത്തിൻ്റെ കഥകളൊക്കെ കെട്ടുകഥകളുണ്ട് എന്ന് വിമർശിക്കപ്പെടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ പുതിയ കാലത്തോട് യോജിച്ചുകൊണ്ട് ഒരു പുതിയൊരു തഫ്സീർ, വിമർശനങ്ങൾക്ക് വിധേയമാകാത്ത ഒരു പുതിയൊരു തഫ്സീർ ഉണ്ടാക്കുന്നതിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? വിമർശനങ്ങൾക്ക് വിധേയപ്പെടാത്ത തഫ്സീർ എന്നതുകൊണ്ട് എന്നാണ് അർത്ഥമാക്കിയെന്ന് എനിക്ക് മനസ്സിലായില്ല. വിമർശനങ്ങൾക്ക് വിധേയപ്പെടാത്തതെന്ന് പറഞ്ഞാൽ ഒരു സുന്നി ആദർശത്തിൽ നിലനിന്നുകൊണ്ടുള്ള ഒരു തഫ്സീർ രചനയാണ് നടക്കുന്നതെങ്കിൽ സുന്നി പ്രസ്ഥാനത്തിനിടയിൽ അതിന് വിമർശനങ്ങൾ സാധ്യമല്ല. അതല്ലെങ്കിൽ ഒരു മുജാഹിദ് പ്രസ്ഥാനത്തിൽ അല്ലെങ്കിൽ വികല പ്രസ്ഥാനങ്ങളിൽ നിന്ന് ഒരു പണ്ഡിതൻ അല്ലെങ്കിൽ വികല പ്രസ്ഥാനത്തിലുള്ള തഫ്സീറിനെ കുറിച്ച് ധാരണയുള്ള ഒരാളാണ് ഇത്തരത്തിലൊരു തഫ്സീർ എഴുതുന്നത് എങ്കിൽ അവിടെയും അയാൾക്ക് വിമർശന വിമുക്തമായി എന്ന് അവകാശപ്പെടാൻ പറ്റും ആ തഫ്സീറിന്. ഒരു സുന്നീഷത്തിൽ അല്ലെങ്കിൽ സുന്നി പ്രസ്ഥാനത്തിൽ അഹ്ലുസുന്നത്തുൽ ജമാഅത്തിൽ എഴുതി വിശ്വസിക്കുന്ന ഒരാളെ സംബന്ധിച്ച് അയാളുടെ പ്രത്യയശാസ്ത്രത്തിനനുസരിച്ച് അല്ലെങ്കിൽ വികല പ്രസ്ഥാനങ്ങൾ അവരുടെ പ്രത്യയശാസ്ത്രത്തിനനുസരിച്ച് ഖുർആൻ വ്യാകരണം അല്ലെങ്കിൽ അതിനെ വിശദീകരിക്കുമ്പോൾ അവർക്ക് തീർത്തും അത്തരം ആളുകൾക്ക് കൃത്യമായിട്ട് വാദം ഉന്നയിക്കാം. ഇത് കുറ്റവിമുക്തമാണ്, ഇതിൽ തെറ്റ് കണ്ടെത്താനാവില്ല, ഈ ആയത്തിന് ഇതല്ലാത്തൊരു വിശദീകരണം ഇല്ല എന്ന രൂപത്തിലെല്ലാം അതിനെ വ്യാഖ്യാനിക്കാം. അതുകൊണ്ട് കുറ്റവിമുക്തം എന്നത് ഒരു സുന്നീസം അല്ലെങ്കിൽ മുജാഹിദ് പ്രസ്ഥാനം അല്ലെങ്കിൽ വേറൊരർത്ഥത്തിൽ കുറ്റവിമുക്തമായൊരു തഫ്സീർ രൂപപ്പെടുത്തുക എന്നുള്ളത് സാധ്യമല്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പുതിയ കാലങ്ങളിൽ കണ്ടുപിടിക്കുന്ന അഥവാ ശാസ്ത്രീയമായൊക്കെ നമ്മൾ പലപ്പോഴും പല കാര്യങ്ങളും കണ്ടുപിടിക്കുമ്പോൾ അതിന് നാം വിശുദ്ധ ഖുർആനിക സൂക്തങ്ങളെ വെച്ചുകൊണ്ട് വ്യാഖ്യാനം പറയാറുണ്ട്. ഇപ്പോൾ നമുക്കറിയാം പല തഫ്സീറുകളുമുണ്ട്. അതിൽ തന്നെ ഒരു ശാസ്ത്രീയമായ പല കാര്യങ്ങളും പരിചയപ്പെടുത്തുന്ന ആധുനിക തഫ്സീറിൽപ്പെട്ടാണ് തഫ്സീറുൽ ജവാഹിർ, ഇമാം തന്താവിയുടെ. അതിൽ തന്നെ 100 സൂറത്തിൻ്റെ 40-ാമത്തെ ആയത്ത് ഔഖദുലുമാത്തും ഫി ബഹരിൽ ലുജീൻ എന്ന് തുടങ്ങുന്ന ആയത്തിൽ അതിൻ്റെ തഫ്സീറായി ഇപ്പോൾ പിന്നീട് ശാസ്ത്രം കണ്ടുപിടിച്ച കടലിനടിയിലേക്ക് പോകുന്തോറും ഇരുട്ട് കൂടി വരുന്നു, ഗനാന്ധകാര മേഖല, സന്ധ്യാമേഖല, അങ്ങനെ പറഞ്ഞ് പല ശാസ്ത്രം കണ്ടുപിടിച്ച കാര്യങ്ങൾ പരിചയപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ശാസ്ത്രീയമായ കാര്യങ്ങൾ നാം വിശദീകരിക്കുമ്പോൾ ഈ ആയത്ത് വെച്ചുകൊണ്ട് അതിന് വ്യാഖ്യാനം നൽകുമ്പോൾ മുൻകഴിഞ്ഞു പോയ മുഫസ്സിരീങ്ങൾക്ക് അത് വ്യക്തമായിട്ടില്ല എന്നല്ലേ നമുക്ക് തഫ്സീർ തൊബരി, തഫ്സീർ ഖുർത്തുബി, തഫ്സീർ ഇബ്നു കസീർ, ധാരാളം തഫ്സീറുണ്ട്. അവർക്കൊന്നും അത് മനസ്സിലായില്ല എന്നല്ല, നമ്മൾ സ്വയം പരിഹാസ്യരാവുകയല്ലേ ഇതിലൂടെ ചെയ്യുന്നത്. നേരെ മറിച്ച് ആലോചിക്കാൻ തഫ്സീർ ജവാഹിർ തന്നെ ആയത്തിൻ്റെ അർത്ഥം
അത് കാഫിരീങ്ങളുടെ അവിശ്വാസത്തെ സൂചിപ്പിക്കുന്ന അവരുടെ വിശേഷണം പറയണ അമലുകൾ വൃഥാവിലാവുന്നതിനെ കുറിച്ച് പരിചയപ്പെടുത്തുന്നതൊക്കെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഈ ശാസ്ത്രീയമായ സത്യങ്ങളെ പലപ്പോഴും മുൻകഴിഞ്ഞു പോയ തഫ്സീറുകളൊന്നും വിശദീകരിച്ച് കാണുന്നതില്ല. ആ വിശദീകരണം നമ്മൾ നൽകുന്നതിലൂടെ നാം സ്വയം പരിഹാസ്യരാകുന്ന ഒരു അവസ്ഥയല്ലേ വരുന്നത്? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഖുർആനിനെ രണ്ട് രൂപത്തിൽ തഫ്സീർ ചെയ്യാം. ഒന്ന് പുറമേ നിന്നുള്ള വാക്കുകൾ കൊണ്ടുള്ള തഫ്സീർ, മറ്റൊന്ന് ഖുർആന് കൊണ്ട് തന്നെയുള്ള തഫ്സീർ. ഇവിടെ ഉന്നയിച്ച ചോദ്യം മുൻകാലങ്ങളിലെ പണ്ഡിതന്മാർക്ക് അതിൽ തിരുവാടുണ്ടായിരുന്നില്ല എന്നാണ്. ഓരോ കാലഘട്ടത്തിലെയും പണ്ഡിതന്മാർ ആ കാലഘട്ടങ്ങളിൽ തഫ്സീർ ഞാൻ പറഞ്ഞു, തഫ്സീർ ഖുർആന് കൊണ്ടുള്ള തഫ്സീർ അല്ല, മറിച്ച് പുറമേ നിന്നു വ്യത്യസ്തമായ ചരിത്രഖണ്ഡികൾ ഉപയോഗിച്ച് ചരിത്രങ്ങൾ ഉപയോഗിച്ച് അതല്ലെങ്കിൽ ആ കാലഘട്ടത്തിലെ സമകാലിക കാലഘട്ടത്തിൽ ഏത് കാലഘട്ടത്തിലാണോ തഫ്സീർ വിരചിതമാകുന്നത് ആ കാലഘട്ടത്തിൽ ജീവിച്ച ആ കാലഘട്ടത്തിലെ അറ്റ്മോസ്ഫിയർ അനുസരിച്ചായിരിക്കും മിക്ക ആയത്തുകൾക്കും വിശദീകരണം നൽകിയിട്ടുണ്ടാവുക. അതുകൊണ്ട് ആ കാലഘട്ടത്തിലെ ശാസ്ത്ര സത്യങ്ങൾ സഞ്ചരിച്ച് വർഷങ്ങൾ പിന്നിടുന്നതോറും ശാസ്ത്രസത്യങ്ങളിൽ വിവിധമായ മാറ്റങ്ങൾ വരാം. ഈ കാലഘട്ടങ്ങളിൽ ഖുർആനിൻ്റെ ആയത്തുകൾ ശബദീയ ശാസ്ത്ര സംഗതിമത്തോടനുസരിച്ച് വ്യാഖ്യാനിക്കപ്പെടും. മറിച്ച് ഖുർആനിന് കൃത്യമായിട്ടുള്ള അല്ലെങ്കിൽ വേറൊരർത്ഥത്തിൽ അടിസ്ഥാനരഹിതമായിട്ടുള്ള വാദങ്ങളാണ് ഖുർആനിൽ നിന്നുള്ളത് തന്നെ അർത്ഥമില്ല. മറിച്ച് കാലഘട്ടത്തിന് അനുയോജ്യമായ രൂപത്തിൽ ആ കാലഘട്ടത്തിൽ എന്താണോ സാമൂഹിക വ്യവസ്ഥിതികൾ അല്ലെങ്കിൽ ശാസ്ത്രീയ സത്യങ്ങൾ അടിസ്ഥാനങ്ങൾ അതിനോട് അനുചിതമായിട്ടുള്ളതാണ് പലപ്പോഴും വ്യാഖ്യാനിക്കപ്പെടാറുള്ളത്. തഫ്സീർ എന്ന് പറയുന്നത് അതുകൊണ്ടാണുള്ളത്. തഫ്സീർ ഖുർആൻ ബിൽ ഖുർആൻ എന്നല്ല, മറിച്ച് തഫ്സീർ ബിൽ ഖുർആൻ തഫ്സീർ കൊണ്ടുള്ള വ്യാഖ്യാനത്തെക്കുറിച്ചാണ് പറയുന്നത്. സൂറത്തുൽ കഹ്ഫിലെ വനുകല്ലിബുഹും ദാത്തൽ യമീനി വദാത്ത ശിമാൽ എന്ന ആയത്തിൽ തഫ്സീർ റാസിയിൽ കാണാം, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അള്ളാഹു അവരെ ഇടയ്ക്കിടെ മറിച്ച് കിടത്തുന്നത് ചിതലരിക്കാതിരിക്കാനാണ് എന്നാണ് പറയുന്നത്. എന്നാൽ മഹാനായ ഇമാം റാസി റളിയല്ലാഹു പറയുന്നു അത് ബഈദായ അഭിപ്രായമാണെന്നും. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ഖുർആൻ നേരിട്ട് കേട്ട് പഠിച്ച് മനസ്സിലാക്കിയ സ്വഹാബാക്കൾ പറയുന്നത് ബഈദും അവർക്ക് കാലശേഷമുള്ള മുസന്നിഫീങ്ങൾ പറയുന്നത് പ്രബലവുമാക്കപ്പെടുന്നു. ഇതിൽ എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? നിങ്ങൾ നേരത്തെ പറഞ്ഞു, വിശദീകരണം നടത്തിയവൻ പറഞ്ഞു സ്വന്തമായിട്ട് വ്യാഖ്യാനം നൽകുമ്പോൾ അത് കുഫറിലേക്ക് വരെ നയിക്കാൻ സാധ്യതയുണ്ട് എന്ന്. മാത്രവുമല്ല, ഒരു ഹദീസിൽ കാണാം മൻ ഫസ്സറൽ ഖുർആന ബിറഈഹി ഫല്യതബവ്വ മഖ്അദഹു മിനന്നാർ എന്ന് കാണാം. എന്നാൽ മനാഹിലുൽ ഇർഫാൻ പോലെയുള്ള ഉലൂമുൽ ഖുർആനിൻ്റെ ഗ്രന്ഥങ്ങളിൽ തഫ്സീറുകളുടെ ഇനങ്ങൾ കാറ്റഗറികൾ പറയുന്നിടത്ത് തഫ്സീറും ബിറഈ ഒരു ഇനമായിട്ട് തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഹദീസും നിങ്ങൾ നേരത്തെ പറഞ്ഞ ആ വാക്കൊക്കെ എങ്ങനെയാണ് നമ്മൾ ജംഅ ചെയ്യാൻ പറ്റുക? എന്താണ് അതിന് പറയാൻ പറ്റുന്ന മറുപടി? ഖുർആനിനെ തെറ്റായ രൂപത്തിൽ വ്യാഖ്യാനിക്കുക, ആയത്തുകൾക്ക് അവരുടെ ഇഷ്ടപ്രകാരമുള്ള അർത്ഥം കൊടുക്കുക എന്ന് പറയുമ്പോൾ തന്നെ വസ്തുതാപരമായിട്ട് ആയത്ത് ഉദ്ദേശിക്കുന്നതും ആയത്തിൻ്റെ മഖ്സൂദായിട്ടുള്ള കാര്യമുണ്ടാകും. എന്താണ് ആയത്ത് കൊണ്ട് ഉദ്ദേശം, സാഫല്യം എന്നുള്ളത് അത് തീർത്തും വൈരുദ്ധ്യപരമായിട്ട് ദീനിൻ്റെ അല്ലെങ്കിൽ ശർഈയായ ഹുക്കുമുകളെ വരെ പൊളിച്ചു കളയുന്ന കോലത്തിൽ ഖുർആന്, ഉദാഹരണം നിസ്കാരത്തെ സംബന്ധിച്ചൊക്കെ പറയുമ്പോൾ നിസ്കാരം അതിൻ്റെ വക്ത് ചുരുക്കുകയും ഇത്ര റക്അത്താണ് രൂപത്തിൽ നിസ്കാരത്തെ വരെ വെട്ടിക്കുറച്ചുകൊണ്ട് അതിന് ആയത്തുകളുടെ പിൻബലം കൊണ്ടുവരിക എന്നൊക്കെ പറയുന്നത് തീർത്തും കുഫറിലേക്ക് തന്നെ എത്തും എന്നുള്ളതാണ് പറയാനുള്ളത്. ആകെ ചുരുക്കത്തിൽ വിവിധ കാലങ്ങളിലായിട്ട് നിരവധിയായിട്ടുള്ള തഫ്സീറുകൾ രചിക്കപ്പെട്ടിട്ടുണ്ട്. മുതഅല്ലിം എന്ന നിലയിൽ ഓരോ കാലഘട്ടത്തിലെയും തഫ്സീറുകൾ മനസ്സിലാക്കുക എന്നതോടൊപ്പം തന്നെ തഫ്സീറുകളുടെ ആധികാരികതയെക്കുറിച്ചുകൂടി മനസ്സിലാക്കുന്നത് നാം ഓരോരുത്തർക്കും ബാധ്യതയാണ്.
കാരണം വികല ആശയങ്ങളും വികല പ്രസ്ഥാനങ്ങളും അരങ്ങു തകർക്കുന്ന ഒരു കാലഘട്ടത്തിൽ അവർ അതിന് ദലീലായി പിന്തുണയായി ഖുർആനിക തഫ്സീറിനെ കൊണ്ടുവരുന്ന ഒരു സാഹചര്യത്തിൽ എന്താണ് പിന്നെ ശരിയായ വ്യാഖ്യാനം, ആയത്തുകളുടെ ശരിയായ വ്യാഖ്യാനം എന്താണ്, ആയത്തുകളുടെ ശരിയായ ഉദ്ദേശ്യം എന്താണ് എന്നുകൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. ഓരോ കാലഘട്ടങ്ങളിലും വിവിധങ്ങളായിട്ടുള്ള തഫ്സീറുകൾ അത് പിന്നെ ശരിയായ രീതിശാസ്ത്രത്തോട് യോജിക്കുന്നതും വൈരുദ്ധ്യമായതും വിരുദ്ധമായതും എല്ലാം രചിക്കപ്പെട്ടിട്ടുണ്ട്. അതിൽ നിന്ന് ശരിയായത് ഏതാ എന്ന് മനസ്സിലാക്കാനുള്ള ഒരു താല്പര്യം താലിമികൾ എന്ന നിലയിൽ നാം എടുക്കേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ്.